ദേ അവര് വരുന്നുണ്ട്. അല്ല, ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ട് വിദ്യാമ്മ ഇതെവിടെ പോയി? ഞങ്ങള് കുറച്ചു നേരമായിട്ട് ഇവിടെ കാത്തു നിൽക്കുക. ദീപാരാധന നടക്കുകയല്ലേ, അത് തൊഴാൻ വേണ്ടി പോയതാ. നിങ്ങളും ദീപാരാധന കണ്ട് തൊഴുതിട്ടേ വരൂന്നാ ഞാൻ കരുതിയത്. അയ്യോ, ദീപാരാധന തൊഴണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്രയും നേരം നിക്കണ്ടേ അവിടെ? കാലിന് നല്ല വേദനയുണ്ട്. അതെ അതെ, എന്റെയും പ്രശ്നം അതാ. കുറെ നേരം നിന്നാലേ പിന്നെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാ. അല്ല, എന്താ രണ്ടാൾക്കും പറയാനുള്ളത്? കാര്യം ഞാൻ പറയാം വിദ്യാമ്മേ. ദേവൂട്ടിയും ഈ നിൽക്കുന്ന ശ്രീകല മാഡത്തിന്റെ മകൻ സന്ദീപും തമ്മിൽ പ്രേമത്തിലാണെന്ന് വിദ്യാമ്മയ്ക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷെ ആ ബന്ധത്തിന് ഒരിക്കലും ശ്രീകല മാഡത്തിനോ അവരുടെ കുടുംബത്തിനോ താല്പര്യമില്ല. അതിന്റെ കാരണം എന്താന്ന് വിദ്യാമ്മയ്ക്ക് ഊഹിക്കാലോ. ഇവരെ പോലെ വലിയ തറവാട്ട് മഹിമയും സാമ്പത്തികവും ഒക്കെ ഉള്ളവർക്ക് ദേവൂട്ടിയെ പോലൊരു കുട്ടിയെ മരുമകളായിട്ട് സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? അവര് വിചാരിച്ച എത്രയോ യോഗ്യതയുള്ള പെൺകുട്ടികളെ മകന് വേണ്ടി ആലോചിക്കാം. കാര്യം ഇവരുടെ മോൻ ദേവൂട്ടിയെ കല്യാണം കഴിക്കുന്നോണ്ട് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ അത് ഇവരോട് ചെയ്യുന്നൊരു ചതിയല്ലേ. കൊക്കിലൊതുങ്ങുന്നത് കൊത്താനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വിദ്യാമ്മ ഇടപെട്ട് ദേവൂട്ടിയും സന്ദീപിനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതാണ് ശ്രീകല മാഡത്തിന്റെ ആവശ്യം. ദേവൂട്ടിയെ പോലൊരു ഊമ പെണ്ണിനെ ഇവരുടെ കുടുംബത്തിൽ മരുമകളായി എടുക്കാൻ ഇവർക്ക് തീരെ താല്പര്യമില്ല. ഇന്ദുമതി പറഞ്ഞ അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്കുള്ളത്? അല്ല, എന്താ, എന്തു പറ്റി? എന്താ ഒന്നും സംസാരിക്കാത്തത്? എന്താണെങ്കിലും തുറന്നു പറയൂ. എന്തു പറ്റി മാഡം? എന്താ ഒന്നും പറയാതെ നിൽക്കുന്നേ? എന്തു പറ്റി? എന്താ ഒന്നും പറയാത്തെ? അത് പിന്നെ മാഡം, ആ അച്ഛനും മകളുമായി നല്ല രീതിയിൽ അടുത്തു വന്നതായിരുന്നു. ആ സമയത്ത് അവൾ വന്നതാ തടസ്സമായത്. അല്ലെങ്കിൽ ആ ബാലിക പ്രസാദം കഴിക്കുമായിരുന്നു. അവളെ സൂക്ഷിക്കണം. നിന്റെ തമോ ശക്തി അവൾക്കൊരിക്കലും മനസ്സിലാക്കാൻ ഇട കൊടുക്കരുത്. ബാലികയെ ബലിപീഠത്തിലെത്തിക്കുന്നതോടൊപ്പം അവളുടെ ആ ദേവൂട്ടിയുടെ ദേവശക്തിയും നശിപ്പിക്കണം. അതിനുള്ള വഴി ഈ ഉഗ്രസേന ഘോര കണ്ടിട്ടുണ്ട്. വേതാളി, പോയ കാര്യം പൂർണ്ണമായി വിജയിച്ചില്ലെങ്കിലും ആ അച്ഛനെയും മകളെയും വശത്താക്കാൻ നിനക്ക് കഴിഞ്ഞല്ലോ. അത് നമുക്ക് നേട്ടമായി വരും. കഴിയുന്നതും ആ വിദ്യാമ്മയും ആ ഊമപ്പെണ്ണും അവിടെ ഇല്ലാത്ത നേരം നോക്കി വേണം നീ അവിടെ പോകാൻ. കുഞ്ഞുമായി നല്ല സൗഹൃദം സ്ഥാപിച്ചെടുക്കുക. അതിനു നീ സുഗന്ധിയായി അവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവളെ പരിചരിക്കണം. നിന്റെ കൂടെ എവിടേക്ക് വേണമെങ്കിലും ആ കുഞ്ഞിനെ പറഞ്ഞയക്കത്തക്കവണ്ണം ആ അച്ഛന്റെ വിശ്വാസം നേടിയെടുക്കണം. എങ്കിൽ നിനക്കവളെ നിഷ്പ്രയാസം എന്റെ ബലിപീഠത്തിലേക്ക് എത്തിക്കാൻ കഴിയും.
ഞാൻ അത് ചെയ്തിരിക്കും.